ഇത് തിരുവല്ല ബസ് സ്റ്റാൻഡാണ്. വലിയ ബിൽഡിംഗ് ഒക്കെയാണ്. ബസ് വന്ന് സ്റ്റാൻഡിലോട്ട് കയറി മുന്നോട്ട് നീങ്ങിയപ്പോൾ കടേന്നൊരു കുഴിയിലോട്ടൊരു ചാട്ടം. നടുവിൻ്റെ ഇടപാട് തോന്നി. അപ്പോൾ ഒന്ന് ഇറങ്ങി താഴെ നോക്കി എന്താ സംഭവിച്ചതെന്ന്. ഇവിടെ എല്ലാം നല്ല കുഴികളാണ്. ഈ കുഴിയിലോട്ട് പട്ടയെന്നാണ് ബസ് അങ്ങോട്ട് ചാടുന്നത്. അകത്തിരിക്കുന്നവരുടെ കാര്യം കട്ടപ്പോകയാണ്. അതുപോലെ തന്നെ ഈ ബസ്സിൻ്റെയൊക്കെ ലൈഫും ഇതിൻ്റെ ഷോക്ക് ഓബ്സറും ഇതിൻ്റെ സ്പെയർ പാർട്സും ഒക്കെ പെട്ടെന്ന് പോകാൻ ഈ അണ്ണീവനായിട്ടുള്ള സർഫസ് കാരണം. നോക്കിക്ക് എങ്ങനെ കിടക്കുന്നതെന്ന്, പൊട്ടിപ്പൊളിഞ്ഞ് പാളിഷായിട്ട്. അതിൻ്റെ അവിടെ ഒരു ബൈക്ക് കൂടെ കൊണ്ട് വെച്ചിട്ടുണ്ട്, അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിടത്ത്. എത്രയോ യാത്രക്കാരും എത്രയോ ബസ്സുകളും കടന്നു പോകുന്ന സ്ഥലമാണ്. KSRTC ഒക്കെ ലാഭത്തിലാകണമെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് നന്നാക്കി അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് സ്മൂത്താക്കുവാണെങ്കിൽ എത്രയോ ബസ്സുകളുടെ ലൈഫ് നമുക്ക് നീട്ടിക്കൊണ്ടുവരാം. അതിനകത്തിരിക്കുന്ന യാത്രക്കാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. പ്രായമായവരും നടുവിന് കുഴപ്പമുള്ളവരൊക്കെ വളരെ പാടുപെട്ടാണ് ബസ്സിനുള്ളിൽ ഇരിക്കുന്നത്. അധികാരികൾ ഇതൊക്കെ ഒന്ന് കണ്ട് പ്രവർത്തിച്ചുകൂടെ? യാത്രക്കാർക്കും KSRTCക്കും ഒരുപോലെ പ്രയോജനം ചെയ്യും ഇതൊക്കെ ഒന്ന് നന്നാക്കിയെടുക്കുകയാണെങ്കിൽ. എന്നാണോ അധികാരികൾ ഇതൊക്കെ ഒന്ന് കാണുന്നത്? KSRTC ജീവനക്കാരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല. KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അകം ഇതുപോലത്തെ അവസ്ഥയാണ്. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് ലാഭത്തിലെത്തുന്നത്?